ചേംബർ ഒരു കണക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വേറൊരു കണക്കും പറയുന്ന അവസ്ഥയാണെങ്കിലും 2025-ലും ഒരു 300 കോടി പടവും 200 കോടി പടവുമൊക്കെ ആയിട്ട് മലയാളം സിനിമയുടെ ഗ്രോസ് വരുമാനം 1000 കോടിക്ക് മുകളിലെത്തിയിട്ടുണ്ട്. ഇതിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ജോണറുകളിലുള്ള പലരും റിസ്ക് എടുക്കാൻ മടിക്കുന്ന ജോണറുകളിലുള്ള സിനിമകളിലൂടെയാണ് ഈ ഒരു നേട്ടം മലയാള സിനിമ കൈവരിച്ചിട്ടുള്ളത് എന്നതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നോക്കാൻ പോകുന്നത് 2026 സമാനമായ വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷമാകുമോ എന്നതാണ്. അണിയറയിൽ ഒരുങ്ങുന്ന സിനിമകളുടെ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ 2 സിനിമകൾ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും വർഷാവസാനം കളങ്കാവലിലൂടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് ബോക്സ് ഓഫീസ് വിജയം നേടിയ വ്യക്തിയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. 2026-ൽ നിലവിൽ അദ്ദേഹത്തിൻ്റെതായി അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 4 സിനിമകളാണ്. ഒന്നാമത്തേത് നിലവിൽ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറെ നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് സ്ക്രീനിൽ വരാൻ പോകുന്ന പേട്രിയറ്റ് എന്ന സിനിമയാണ്. മമ്മൂക്കയുടെ ചികിത്സ കാരണം പ്രതീക്ഷിച്ചതിനേക്കാൾ സ്വല്പം മുന്നോട്ട് പോയ ഒരു പടമാണിത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, ദർശന രാജേന്ദ്രൻ, രേവതി, സെറിൻ ഷിഹാബ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയുള്ള സിനിമയാണിത്. 2026 വിഷു റിലീസ് ആയിരിക്കും എന്ന രീതിയിലായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ കേട്ടിരുന്നത്. ആ സമയത്ത് തന്നെ സിനിമ കൊണ്ടുവരാൻ തന്നെയാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. പേട്രിയറ്റിന് ശേഷം മമ്മൂക്ക അഭിനയിക്കാൻ സാധ്യത അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി തന്നെ നിർമ്മിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ചെറിയ ഷെഡ്യൂളിൽ നടക്കുന്ന ഈ സിനിമ ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മറ്റൊരു സിനിമയായ നൻപകൽ നേരത്ത് മയക്കം പോലെ വർഷാവസാനം ഫെസ്റ്റിവൽ സർക്യൂട്ടുകളിൽ പ്രദർശിപ്പിച്ചതിന് ശേഷമായിരിക്കും തിയേറ്ററിൽ വരിക. നയൻതാരയും സിനിമയുടെ ഭാഗമാകും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതിനുശേഷം അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ മെയിൻ സ്ട്രീം മാസ് മസാല സ്വഭാവമുള്ള ഒരു സിനിമയാണ്. ഫാലിമി എന്ന സിനിമയ്ക്ക് ശേഷം നിതീഷ് സഹദേവ് ഒരുക്കുന്ന ഒരു സിനിമയായിരിക്കും അത്. ഫാലിമിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി കുറച്ചുകൂടെ മെയിൻ സ്ട്രീം ആക്ഷൻ സ്വഭാവത്തിലുള്ള സിനിമയായിട്ടാണ് അത് ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ആ പടത്തിന് ശേഷം അദ്ദേഹം ചെയ്യാൻ സാധ്യതയുള്ളത് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള ഖാലിദ് റഹ്മാൻ സിനിമയാണ്. മാർക്കോ, കാട്ടാളൻ മുതലായ സിനിമകളുടെ നിർമ്മാതാവായിട്ടുള്ള ഷെരീഫ് മുഹമ്മദിന്റെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. നസ്ലനും ലുക്മാനും ഈ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ജോജു ജോർജും ഒരുപക്ഷെ ഈ സിനിമയുടെ ഭാഗമാകും എന്ന് കേൾക്കുന്നുണ്ട്. വരത്തൻ, വൈറസ് മുതലായ സിനിമകളുടെ രചനയിൽ ഭാഗമായിട്ടുള്ള ഷറഫു, സുഹാസ് എന്നിവർ ഈ സിനിമയുടെ എഴുത്തിൽ ഭാഗമാകും എന്ന് കേൾക്കുന്നു. ആക്ഷൻ കോമഡി സ്വഭാവമുള്ള സിനിമയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയുമാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മമ്മൂട്ടി സിനിമകൾ. ഇതിനോടൊപ്പം റോഷൻ മാത്യു, അർജുൻ അശോകൻ, വിശാഖ് നായർ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചത്ത പച്ച എന്ന റെസ്ലിംഗ് ബേസ്ഡ് സിനിമയിൽ അതിഥി താരമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. മറ്റൊരു അതിഥി വേഷം അദ്ദേഹം ചെയ്യുന്നത് സംവിധായകൻ രഞ്ജിത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനത്തിലേക്ക് വരുന്ന പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. ബ്ലാക്ക് 2 എന്നൊക്കെ പറയപ്പെടുന്ന ഈ സിനിമയിൽ ഐക്കോണിക് കഥാപാത്രമായ കരിക്കാമൂര് ഷൺമുഖനായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നൊരു കൗതുകം കൂടി ഈ പടത്തിനുണ്ട്. ഇനി മോഹൻലാലിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും അധികം ഗസ്റ്റ് അപ്പിയറൻസുകൾ ചെയ്ത വർഷം 2026 ആകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പ്രധാന വേഷത്തിൽ വരുന്ന അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകൾ 3 എണ്ണമാണ്. ഒന്നാമത്തേത് ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുള്ള ജീത്തു ജോസഫ് ചിത്രമായിട്ടുള്ള ദൃശ്യം 3 ആണ്. ആദ്യം മാർച്ച് മാസത്തിൽ ഇറങ്ങും എന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും ദൃശ്യം ഫ്രാഞ്ചൈസിന്റെ മൊത്തം റൈറ്റുകളും ആശീർവാദ് സിനിമാസ് പനോരമ സ്റ്റുഡിയോസിന് വലിയൊരു തുകയ്ക്ക് വിറ്റതുകൊണ്ട് ഇനി അവരാണ് സിനിമയുടെ റിലീസ് തീരുമാനിക്കുക. ഈ ഏറ്റവും അടുത്ത ദിവസം ഒരു വേദിയിൽ വെച്ച് ഏപ്രിൽ മാസത്തിൽ ദൃശ്യം 3യുടെ റിലീസ് ഉണ്ടാകും എന്ന രീതിയിൽ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. ഓസ്റ്റിൻ ഡാൻ ചിത്രം മാറ്റിവെക്കപ്പെട്ടപ്പോൾ പകരം വന്ന തരുൺ മൂർത്തി സിനിമ ജനുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രതീഷ് രവി തിരക്കഥ നിർവഹിക്കുന്ന സിനിമയുടെ കഥാപശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതിനുശേഷം അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മേജർ രവിയുടെ സിനിമയാണ്. അനൗൺസ്മെന്റിന് ശേഷം ആരാധകർ തന്നെ ആ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞതൊക്കെ വിവാദമായതായിരുന്നു. സംഭവങ്ങൾക്ക് ശേഷം ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഇനി ഗസ്റ്റ് അപ്പിയറൻസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കൺഫേം ആയിട്ടുള്ളത് പേട്രിയറ്റിലെ എക്സ്റ്റൻഡഡ് ഗസ്റ്റ് റോൾ എന്നത് തന്നെയാണ്. മായ മോഹൻലാൽ അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കും. ഈ ചിത്രം ഓണം റിലീസായിരിക്കും. ജയിലറിന്റെ 2ാം ഭാഗത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിനോടകം അനൗൺസ് ചെയ്യപ്പെട്ടതാണ് പൃഥ്വിരാജിന്റെ ഓണം റിലീസായിട്ടുള്ള ഖലീഫയിൽ അദ്ദേഹം ഗസ്റ്റ് അപ്പിയറൻസിൽ പൃഥ്വിരാജിന്റെ മുത്തശ്ശൻ കഥാപാത്രമായ മമ്പറക്കൽ അഹമ്മദ് അലി ആയിട്ട് വരുമെന്നത്. ഇതല്ലാതെ ജയസൂര്യ ചിത്രമായ കത്തനാരിലും സുരേഷ് ഗോപി സിനിമയായ ഒറ്റക്കൊമ്പനിലും മോഹൻലാൽ ഉണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട്. ഉറപ്പിക്കാനായിട്ടില്ല. ചിരഞ്ജീവി നായകനാകുന്ന ഒരു തെലുങ്ക് സിനിമയിൽ അദ്ദേഹം ഭാഗമാകുമെന്ന് വാർത്ത വന്നിരുന്നു. ആ സിനിമ ഈ വർഷം റിലീസ് ഉണ്ടാകുമോ എന്നത് ഉറപ്പില്ല. സുരേഷ് ഗോപിയിലേക്ക് വരുമ്പോൾ ഗോകുലം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന ഒരുപാട് കാലമായി
വർഷങ്ങളായി നീണ്ടു പോയ സിനിമയല്ലാതെ വേറെ ഒന്നും തന്നെ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിൽ ഷൂട്ടിംഗ് നടക്കുന്ന ഈ സിനിമയിൽ ഇന്ദ്രജിത്തും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പെരുങ്കളിയാട്ടം എന്ന ജയരാജ് സിനിമ സുരേഷ് ഗോപിയുടേതായിട്ട് പുറത്തു വരാനുണ്ട്. താരതമ്യേന ചെറിയ ബജറ്റിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണത്. പല ഭാഷകളിലായി പല സിനിമകൾ ഈ വർഷം ഷൂട്ടിംഗ് നടക്കുന്ന താരമാണ് പൃഥ്വിരാജ്. റോഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ, സമീർ അബ്ദുൾ എന്നിവർ ഒരുമിക്കുന്ന ഐ നോബഡി ആണ് അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രൊജക്ട്. പാർവതി തിരുവോത്താണ് ഇതിലെ ഫീമെയിൽ ലീഡ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റും ചേർന്നിട്ടാണ് ഈ സിനിമ ഒരുക്കുന്നത്. ലണ്ടൻ ഷെഡ്യൂൾ കുറച്ച് ഷൂട്ട് ചെയ്ത ഖലീഫയാണ് മറ്റൊരു സിനിമ. മേജർ ഭാഗങ്ങൾ ഇനിയും ഷൂട്ട് ചെയ്യാനുള്ള ഈ പടം ഓണം റിലീസായിട്ടാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ രചനയും നിർമ്മാണവും നിർവഹിക്കുന്നത് ജിനു എബ്രഹാമാണ്. വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫിയാണ് മലയാളത്തിൽ പൃഥ്വിരാജിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ. കോമഡി സ്വഭാവത്തിലുള്ള പടത്തിന്റെ പൂജ ഓൾറെഡി കഴിഞ്ഞതാണ്. ഏറെക്കാലമായി അനൗൺസ്മെന്റ് നടന്ന് തുടങ്ങും എന്ന് കേട്ടുകൊണ്ടിരുന്ന കാളിയൻ ഈ വർഷം ഷൂട്ട് ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഈ വർഷം റിലീസാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മേഘന ഗുൽസാർ സംവിധാനം ചെയ്ത ദായറ എന്ന ഹിന്ദി സിനിമ 2026 പൃഥ്വിരാജിൻ്റെതായിട്ട് പുറത്തുവരും. ഷൂട്ടിംഗ് പൂർത്തിയായ ഈ സിനിമയിൽ കരീന കപൂറാണ് മറ്റൊരു താരം. ഇതിനെ കൂടാതെ ടോവിനോ തോമസ് നായകനായിട്ടുള്ള പള്ളിച്ചട്ടമ്പിയിൽ അതിഥിതാരമായിട്ട് പൃഥ്വിരാജ് വരുന്നുണ്ട് എന്നാണ് കേട്ടത്. 2023 ഏപ്രിലിൽ ഇറങ്ങിയ എന്താടാ സജി എന്ന സിനിമയ്ക്ക് ശേഷം ജയസൂര്യ എന്ന നടനെ മലയാളികൾ വെള്ളിത്തിരയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ബിഗ് ബജറ്റ് സിനിമയായിട്ടുള്ള കത്തനാരുടെ ഒരുക്കത്തിലും ഷൂട്ടിങ്ങിലുമായിരുന്നു അദ്ദേഹം. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജയസൂര്യയോടൊപ്പം അനുഷ്ക ഷെട്ടിയും പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ജനുവരിയിൽ റിലീസ് ഉണ്ടാകുമെന്ന രീതിയിലാണ് കത്തനാരുടെ കാര്യം പറഞ്ഞതെങ്കിലും നിലവിൽ അപ്ഡേറ്റുകളൊന്നും തന്നെ അണിയറ പ്രവർത്തകരിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും മാർച്ച് 19 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആട് 3 ആയിരിക്കും ജയസൂര്യയുടെ തിരിച്ചുവരവ് സിനിമ. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യാഷ് ചിത്രമായ ടോക്സിക് അതേ ദിവസം തന്നെ രൺവീർ സിംഗ് ചിത്രമായ ദുരന്തർ 2വുമായിട്ട് ക്ലാഷ് ആകുന്നുണ്ട്. വലിയ ബജറ്റിൽ വേണു കുന്നിപ്പിള്ളിയുടെ കാവ്യ ഫിലിംസുമായിട്ട് ചേർന്നിട്ട് വിജയ് ബാബു നിർമ്മിക്കുന്ന ആടിന്റെ 3ാം ഭാഗം. അതുകൊണ്ട് ആ തീയതിയിൽ തുടരുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഇത്തവണ ടൈം ട്രാവൽ എലമെന്റുകളൊക്കെ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആട് 3യുടെയും കത്തനാരുടെയും നടുവിൽ ജയസൂര്യ ചെയ്ത താരതമ്യേന ചെറിയ സിനിമ എന്ന് പറയാവുന്ന ഒരു പടമുണ്ട്. അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമ സംവിധാനം ചെയ്ത പ്രിൻസ് ജോയ് ആണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ജയസൂര്യക്കൊപ്പം വിനായകനും വരുന്ന ഈ ഫാന്റസി കോമഡി സിനിമ നിർമ്മിച്ചിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസ് ആണ്. 2026 റിലീസായിട്ട് അതും നമുക്ക് പ്രതീക്ഷിക്കാം. കുഞ്ചാക്കോ ബോബന്റേതായിട്ട് അടുത്ത വർഷം വരാനിരിക്കുന്ന ആദ്യത്തെ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പടമാണ്. ലിസ്റ്റിൻ സ്റ്റീഫനൊപ്പം ചാക്കോച്ചനും നിർമ്മാതാവായിട്ടുള്ള ഈ സിനിമ ഈ അടുത്ത് വിവാദത്തിൽ ചെന്ന് വെട്ടത് സിനിമയുടെ ക്രിസ്മസ് പോസ്റ്ററിൽ സംവിധായകന്റെ പേരില്ല എന്ന കാര്യം കൊണ്ടാണ്. ദിലീഷ് പോത്തനും സജിൻ ഗോപുവും കൂടെ സംവിധായകൻ ചിദംബരവും അഭിനയിക്കുന്ന ഈ പടം മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ മിക്കവാറും കുഞ്ചാക്കോ ബോബന്റെ 2026 ആദ്യത്തെ സിനിമയായിട്ട് വരാൻ സാധ്യതയുണ്ട്. എഡിറ്റർ കിരൺ ദാസ് സംവിധായകനാകുന്ന ഷാഹി കബീർ രചന നിർവഹിച്ചിട്ടുള്ള സിനിമ കുഞ്ചാക്കോ ബോബന്റേതായിട്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പനോരമ സ്റ്റുഡിയോസ്, ടി സീരീസ് മുതലായ നിർമ്മാണ കമ്പനികളാണ് ഈ സിനിമയെ പിന്തുണയ്ക്കുന്നത്. ലിജോ മോൾ ജോസ് ആണ് ഇതിലെ നായിക. മാത്തുക്കുട്ടി സേവിയർ ഒരുക്കുന്ന പീരിയഡ് സെറ്റിങ്ങിലുള്ള സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലിയോടൊപ്പം ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഷാഹി കബീർ രചന നിർവഹിക്കുന്ന ഒരു കുഞ്ചാക്കോ ബോബൻ സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ അടുത്ത് നടന്ന ക്ലബ് FM ഇന്റർവ്യൂവിൽ അടുത്ത സിനിമ പോലീസ് പടമല്ല എന്ന രീതിയിലാണ് ജിത്തു അഷ്റഫ് പറഞ്ഞത്. ഇതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ സിനിമയായിട്ടുള്ള പേട്രിയറ്റിലും ചാക്കോച്ചൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ 2025 മലയാള സിനിമയ്ക്ക് ഒരു വലിയ പിന്തുണ നൽകിയിട്ടുള്ള ആളാണ് ദുൽഖർ സൽമാൻ. ലോകയ്ക്ക് ശേഷം വേഫെയറർ ഫിലിംസ് നിർമ്മിക്കുന്ന അടുത്ത ചിത്രം ദുൽഖർ തന്നെ നായകനാകുന്ന ഐ ആം ഗെയിം ആണ്. RDXന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കയഡു ലോഹാറാണ് നായിക. ആന്റണി വർഗീസും തമിഴ് സംവിധായകൻ മിഷ്കിനും കദിറും ഒക്കെ ഈ പടത്തിൽ പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ജിംഷി ഖാലിദാണ് സിനിമാറ്റോഗ്രാഫി. ജെയ്ക്സ് ബിജോയ് സംഗീതവും എഡിറ്റിംഗ് ചമൻ ചാക്കോയുമാണ് നിർവഹിക്കുന്നത്. ഈ ഒരു സിനിമ മാത്രമേ മലയാളത്തിൽ ദുൽഖർ സൽമാൻ ചെയ്യുന്നതുള്ളൂ. ബാക്കിയെല്ലാം തെലുങ്കിലാണ്. സർവമായയിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള നിവിൻ പോളിക്ക് 2026 ഒരുപാട് സിനിമകളുണ്ട്. നയൻതാരയോടൊപ്പമുള്ള ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമ ഏറെക്കുറെ റിലീസിന് തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ചിത്രത്തിന്റെ പുറത്തു വന്ന പ്രൊമോ മെറ്റീരിയലുകൾ കാണുമ്പോൾ നിവിൻ പോളിയുടെ സോണിലുള്ള പടമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. നിവിൻ പോളിക്കൊപ്പം നയൻതാരയ്ക്കും നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള സിനിമയാണിത്. ചിത്രീകരണം പൂർത്തിയായിട്ടുള്ള മറ്റൊരു സിനിമയാണ് ബേബി ഗേൾ. പ്രാധാന്യമുള്ള റോളാണെങ്കിലും ഒരുപാട് സ്ക്രീൻ ടൈം ഉള്ള റോൾ അല്ല എന്നാണ് ബേബി ഗേളിലെ നിവിൻ പോളിയുടെ കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ള ഈ സിനിമ ഈ വർഷം തുടക്കത്തിൽ തന്നെ റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അല്പം ദിവസങ്ങൾക്ക് മുന്നേ പാക്കപ്പായ നിവിന്റെ മറ്റൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ബി ഉണ്ണികൃഷ്ണനാണ്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെയുള്ള സീക്വൻസുകൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ
സ്വല്പം വലിയ ക്യാൻവാസിലുള്ള പൊളിറ്റിക്കൽ സിനിമയാണ്. ഒരുപക്ഷെ ഇലക്ഷൻ അടുപ്പിച്ച് നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ നിവിൻ ജോയിൻ ചെയ്തിട്ടുള്ള സിനിമ പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന സിനിമയായിട്ടുള്ള ബത്ലഹേം കുടുംബ യൂണിറ്റാണ്. നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നായികയായിട്ട് വരുന്നത് മമിത ബൈജു ആണ്. പ്രേമലുവിന്റെ സഹരചയിതാവായിട്ടുള്ള കിരൺ ജോഷി ഈ സിനിമയുടെ രചനയിലുമുണ്ട്. ഫഹദ് ഫാസിലും ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത്. ഈ അടുത്തായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ട പല സിനിമകളുടെയും പോസ്റ്ററുകൾ നിവിൻ പോളി സ്വന്തം പ്രൊഫൈലിൽ നിന്ന് നീക്കിയിരുന്നു. ഇനി അതിൽ മാറ്റാതെ അവശേഷിക്കുന്ന പടം മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന പടമാണ്. എങ്കിലും ചന്ദ്രിക എന്ന സിനിമയും ആവറേജ് അമ്പിളി എന്ന കരിക്ക് വെബ് സീരീസും സംവിധാനം ചെയ്ത ആദിത്യൻ ചന്ദ്രശേഖർ ആണ് ഈ സിനിമ ഒരുക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിലുള്ള ഒരു സിനിമയാണിത്. ആദിത്യൻ നിലവിൽ നീരജ് മാധവും അൽതാഫ് സലീമും അജു വർഗീസും ആർഷ ബൈജുവും ഒക്കെയുള്ള പ്ലൂട്ടോ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ട് നിൽക്കുകയാണ്. ഇതുകൂടാതെ തമിഴിൽ LCUവിന്റെ ഭാഗമായിട്ടുള്ള ബെൻസ് എന്ന സിനിമയിൽ വാൾട്ടർ എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ നിവിൻ പോളി അവതരിപ്പിക്കുന്നുണ്ട്. ഹിന്ദിയിലുള്ള പനോരമ സ്റ്റുഡിയോസ് നിവിൻ പോളിയുടെ പോളി ജൂനിയർ പിക്ചേഴ്സുമായി ചേർന്ന് 100 കോടി മലയാളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് കേൾക്കുന്നത്. ആ ഒരു നീക്കം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ഡിയർ സ്റ്റുഡൻസ്, പിന്നീട് പറഞ്ഞ മൾട്ടിവേഴ്സ് മന്മഥൻ, പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി നിന്നുപോയ ആക്ഷൻ ഹീറോ ബിജു 2 മുതലായവയുടെ കാര്യത്തിൽ ഗുണകരമായേക്കാനുള്ള സാധ്യതയുണ്ട്. ടൊവിനോ തോമസിന്റെ സിനിമകളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സുരേഷ് ബാബു രചന നിർവഹിച്ചിട്ടുള്ള പള്ളിച്ചട്ടമ്പിയാണ്. ഈ സിനിമയിൽ കയാഡു ലോഹാറാണ് നായിക. പൃഥ്വിരാജ് സുകുമാരൻ ഒരു അതിഥി താരമായിട്ട് പടത്തിൽ വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഷെഡ്യൂൾ പൂർത്തീകരിച്ചു എന്ന നിലയിലാണ് നിലവിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്. നിലവിൽ ടൊവിനോ തോമസ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിൽ ജോസഫ് ആദ്യമായിട്ട് നിർമ്മാണം നിർവഹിക്കുന്ന അതിരടി എന്ന സിനിമയിലാണ്. ബേസിലിനും ടൊവിനോയ്ക്കും ഒപ്പം വിനീത് ശ്രീനിവാസനും ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് എന്നിവരോടൊപ്പം സർവം മായ ഫെയിം റിയ ഷിബുവും ഒരു പ്രധാന കഥാപാത്രത്തെ പടത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് മിന്നൽ മുരളിയുടെ സഹരചയിതാവായിട്ടുള്ള അരുൺ അനിരുദ്ധനാണ്. അരുണിനോടൊപ്പം ഈ സിനിമ എഴുതിയിട്ടുള്ളത് കാതൽ എന്ന സിനിമയുടെ സഹരചയിതാവായിട്ടുള്ള പോൾസൺ സ്കറിയയാണ്. ഇത് കഴിഞ്ഞാൽ മോഹസിൻ ബരാരി ഒരുക്കുന്ന ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നസ്രിയയാണ് ഈ സിനിമയിൽ നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അമൽ നീരദിന്റെ ഒരു മൾട്ടി സ്റ്റാർ സിനിമ ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ബാച്ചിലർ പാർട്ടി 2 എന്ന് വിളിക്കപ്പെടുന്ന ഈ സിനിമയിൽ ടൊവിനോ തോമസ് ഭാഗമാണ് എന്നാണ് കേൾക്കുന്നത്. ഇതുകൂടാതെ അന്യഭാഷയിൽ പ്രശാന്ത് നീൽ ഒരുക്കുന്ന ജൂനിയർ NTR സിനിമയിലും ഈ വർഷം ടൊവിനോ വരുന്നതായിരിക്കും. നസ്ലനി ഈ വർഷം സോളോ റിലീസായിട്ട് വരുന്ന പ്രധാനപ്പെട്ട സിനിമ മോളിവുഡ് ടൈംസ് ആണ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ചിത്രീകരണം പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. ഒരല്പം വർഷങ്ങൾക്ക് മുന്നേയുള്ള മലയാള സിനിമയുടെ ചില രീതികളും കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ സിനിമയുടെ കണ്ടന്റ് ആയേക്കാം. മെയ് 15 സിനിമ റിലീസ് ചെയ്യപ്പെടും എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ബാച്ചിലർ പാർട്ടി 2 എന്ന് വിളിക്കപ്പെടുന്ന ഒരു അമൽ നീരദ് സിനിമ ഒരുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപക്ഷെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നസ്ലൻ ആകാൻ സാധ്യതയുണ്ട്. ആസിഫ് അലി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടിക്കി ടാക്കയിലും ഈ വർഷം നമുക്ക് നസ്ലനെ കാണാൻ സാധിക്കും. പിന്നീട് നസ്ലൻ അഭിനയിക്കാൻ പോകുന്ന മലയാളം സിനിമ ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ചിത്രമാണ്. നിലവിൽ നസ്ലൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിത്തു മാധവൻ ഒരുക്കുന്ന സൂര്യ പടത്തിലാണ്. കൊച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന തമിഴ് സിനിമയാണത്. അതിൽ നസ്രിയക്കൊപ്പം നസ്ലനും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ബിനു പപ്പു എഴുതുന്ന ടോർപിഡോ എന്ന തരുൺമൂർത്തി സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിലവിൽ അപ്രതീക്ഷിതമായിട്ട് മോഹൻലാൽ പ്രൊജക്ട് വന്നത് കാരണം ആ സിനിമ ഒരുപക്ഷെ ഈ വർഷം അവസാനമേ നടക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോർപിഡോയുടെ റിലീസ് 2027 ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സാമാന്യം വലിയ സിനിമകളുടെ ഒരു വർഷമാണ്. ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റത് മൂലം കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് നിർത്തിവെച്ച വലിയ ക്യാൻവാസിലുള്ള സിനിമയായിട്ടുള്ള ടിക്കി ടാക്ക ഏതാണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ്, കള മുതലായ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള രോഹിത് VS ഒരുക്കുന്ന ഈ പടം വലിയ ബജറ്റിലാണ് വരുന്നത്. വാമിക ഗബ്ബിയാണ് പടത്തിലെ നായികയായിട്ട് വരുന്നത്. സപ്പോർട്ടിംഗ് കാസ്റ്റിൽ നസ്ലൻ, ലുക്മാൻ മുതലായവരുമുണ്ട്. ഈ പടത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് KGF ഫെയിം ആയിട്ടുള്ള രവി ബസ്രൂർ ആണ്. നിർമ്മാണത്തിൽ ബോളിവുഡിൽ നിന്ന് T സീരീസും പനോരമ സ്റ്റുഡിയോസും ഭാഗമാകുന്നുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആസിഫ് അലിയും ജസ്റ്റ് ജോയും ഒന്നിക്കുന്ന സിനിമ ഈ വർഷം ഉണ്ടാകുന്നതാണ്. ഈ പടത്തിൽ വിജയരാഘവനും ഒരു ഭാഗമാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതിനുശേഷം ആസിഫ് അലി ചെയ്യുന്ന സിനിമ ഹെലൻ എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള മാത്തുക്കുട്ടി സേവിയർ ഒരുക്കുന്ന ഒരു പീരിയഡ് സിനിമയിലാണ്. 70കളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന്റെ റൈറ്ററായിട്ടുള്ള വിമൽ ഗോപാലകൃഷ്ണന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് മിന്നൽ മുരളിയുടെ റൈറ്ററായിട്ടുള്ള അരുൺ അനിരുദ്ധനും കാതലിന്റെ റൈറ്ററായിട്ടുള്ള പോൾസൺ സ്കറിയയും ചേർന്നിട്ടാണ്. മധുര മനോഹര മോഹം എന്ന സിനിമയ്ക്ക് ശേഷം സ്റ്റെഫി സേവിയർ ഒരുക്കുന്ന സിനിമയിൽ ആസിഫ് അലി അഭിനയിക്കുന്നുണ്ട്. റോംകോം സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് ആ പടത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഫഹദ് ഫാസിലാണ് ഒരുപക്ഷെ ഈ വർഷം ഏറ്റവും കുറച്ച് സിനിമകൾ ചെയ്യാൻ സാധ്യതയുള്ളത്. നേരത്തെ പറഞ്ഞ പേട്രിയറ്റ് എന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ റോളിൽ പുള്ളി വരുന്നുണ്ട്. ഏറെക്കുറെ കൺഫേം ആയിട്ടുള്ള ഫഹദ് ഫാസിൽ പ്രൊജക്ട് ടോർപിഡോ മാത്രമാണ്. അത് പക്ഷേ ഈ വർഷം റിലീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്.
96 ഒരുക്കിയ പ്രേംകുമാറിനൊപ്പവും ജിത്തു ജോസഫിനൊപ്പവും ഫഹദ് പ്രൊജക്ടുകൾ വരും എന്ന് കേട്ടിരുന്നെങ്കിലും പിന്നീട് ഇവയെക്കുറിച്ച് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഷാജി കൈലാസിന്റെ മകനായിട്ടുള്ള ജഗൻ ഷാജി കൈലാസ് ഒരുക്കുന്ന സിനിമയാണ് നിലവിൽ ദിലീപ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ദിലീപിൻ്റെതായിട്ട് ഒരു പ്രൊജക്റ്റും നിലവിൽ പറഞ്ഞു കേൾക്കുന്നില്ല. പടക്കളം, ആലപ്പുഴ ജിംഖാന, അവസാനം എക്കോ മുതലായ സിനിമകളിലൂടെ താരപദവിയിലേക്ക് ഉയർന്നു വന്ന സന്ദീപ് പ്രദീപിൻ്റെതായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ വരുന്ന കോസ്മിക് സാംസൺ എന്ന ഫാന്റസി സിനിമയാണ്. ജയസൂര്യ നായകനായ ജോൺ ലൂത്തർ ഒരുക്കിയിട്ടുള്ള അഭിജിത്ത് ജോസഫാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ബേസിൽ ജോസഫ് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതുപോലെ സംവിധാനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കുന്ന വർഷമാണ് 2026. 2025 ഷൂട്ടിംഗ് ആരംഭിച്ച അതിരടി ആയിരിക്കും ബേസിലിന്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു റിലീസ് ഈ വർഷം. ഡോക്ടർ അനന്തുവിനൊപ്പം ബേസിൽ നിർമ്മിക്കുന്ന ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിന്നൽ മുരളിയുടെ റൈറ്ററായിട്ടുള്ള അരുൺ അനിരുദ്ധന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഈ സിനിമ അല്ലാതെ ബേസിലിനെ കാണാൻ സാധ്യതയുള്ളത് ഗഗനചാരിക്ക് ശേഷം അരുൺ ചന്തു ഒരുക്കുന്ന വല എന്ന സിനിമയിലായിരിക്കും. അത് പക്ഷേ ഒരു അതിഥി താര സ്വഭാവമുള്ള റോളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജോജു ജോർജിന്റെ ആയിട്ട് അടുത്ത് വരാനുള്ള സിനിമ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള്ളൻ എന്ന സിനിമയാണ്. ബിജു മേനോനും കൂടെയുള്ള ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് ഷാജി നടേശന്റെ ഓഗസ്റ്റ് സിനിമാസ് ആണ്. ജനുവരി 30 ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇതുകൂടാതെ അടുത്ത് തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു സിനിമയാണ് ആശ. സഫർ സനൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഉർവശിയാണ്. ജോജു ജോർജ് ഈ സിനിമയിൽ സഹരചയിതാവ് കൂടിയാണ്. ഐശ്വര്യലക്ഷ്മിയും വിജയരാഘവനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ ജോജു ജോർജ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് AK സാജൻ തിരക്കഥ ഒരുക്കിയിട്ടുള്ള വരവ് എന്ന സിനിമയിലാണ്. അർജുൻ അശോകനും സാനിയ അയ്യപ്പനും ഈ സിനിമയിൽ ക്യാരക്ടർ റോളുകളിൽ വരുന്നുണ്ട്. പണി എന്ന സിനിമയുടെ 2ാം ഭാഗം എന്ന രീതിയിൽ ഡീലക്സ് എന്നൊരു പടം വരുന്നതായി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ വരവിന് ശേഷമുള്ള ജോജു ജോർജ് സിനിമ അതായിരിക്കാം. മമ്മൂട്ടി, ഖാലിദ് റഹ്മാൻ സിനിമയിൽ ജോജു ജോർജ് ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കാത്ത ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഷെയ്ൻ നിഗത്തിൻ്റെതായിട്ട് അടുത്തതായിട്ട് പുറത്തു വരാനുള്ള സിനിമ E4 എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ദൃഢം എന്ന സിനിമയാണ്. ജിത്തു ജോസഫിന്റെ അസോസിയേറ്റ് ആയിരുന്ന മാർട്ടിൻ ജോസഫാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത്. ഒരുപക്ഷെ ഫെബ്രുവരി മാസം ഈ സിനിമ റിലീസാകാൻ സാധ്യതയുണ്ട്. നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതിൽ അർജുൻ അശോകന്റെ ആദ്യം വരാൻ പോകുന്ന സിനിമ മൾട്ടി സ്റ്റാർ പടമായിട്ടുള്ള ചത്ത പച്ചയായിരിക്കും. നമ്മുടെ നാടിന്റെ പശ്ചാത്തലത്തിൽ WWE പോലത്തെ ഒരു ഐഡിയയാണ് സിനിമയുടെ പിറകിലുള്ളത്. ജനുവരി 22 സിനിമ റിലീസ് ചെയ്യുന്നത്. ശങ്കർ എഹ്സാൻ ലോയ് ആദ്യമായി മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്ന സിനിമ എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. ഹിന്ദിയിൽ ധർമ്മ പ്രൊഡക്ഷൻസ് ഒക്കെയാണ് വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ വരവ് എന്ന ഷാജി കൈലാസ് ജോജു ജോർജ് സിനിമയിലും അർജുൻ അഭിനയിക്കുന്നുണ്ട്. തമിഴിൽ 2 പ്രൊജക്ടുകളിൽ അർജുൻ ഭാഗമാണ്. ഒന്ന് പ്രഭുദേവയുള്ള മൂൺ വാക്ക് എന്ന സിനിമ. ഇതിൽ അർജുനോടൊപ്പം അജു വർഗീസും ഉണ്ട്. പിന്നെയുള്ള സിനിമ രവി മോഹൻ ചിത്രമായിട്ടുള്ള ബ്രോക്കോഡാണ്. രവി മോഹനും SJ സൂര്യയുമാണ് ഇവിടെ അർജുന്റെ സഹതാരങ്ങൾ. ഷറഫുദ്ദീന് 2026 അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളതിലുള്ള പ്രധാനപ്പെട്ട സിനിമകൾ മധുവിധുവും മെഡിക്കൽ മിറാക്കിളുമാണ്. ഷറഫുദ്ദീൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് മധുവിധു. ബിന്ദു പണിക്കരുടെ മകളായിട്ടുള്ള കല്യാണി പണിക്കർ ഈ സിനിമയിലൂടെ നായികയായിട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ്. സംഗീത് പ്രതാപിനെ കേന്ദ്ര കഥാപാത്രമായിട്ട് ശ്യാമിൻ ഗിരീഷ് ഒരുക്കുന്ന മെഡിക്കൽ മിറാക്കിളിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്നുണ്ട്. ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയിലും ക്യാരക്ടർ റോളിൽ ഷറഫുദ്ദീൻ വരുന്നുണ്ട്. തമിഴ് യൂട്യൂബർ ആയിട്ടുള്ള അഭിഷേക് രാജ ഒരുക്കുന്ന മലയാളം സിനിമയിൽ ഷറഫുദ്ദീൻ നായകനാകുന്നത് റിപ്പോർട്ടുകളുണ്ട്. ഇന്ദ്രജിത്ത് സുകുമാരന്റെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു സിനിമ സുരേഷ് ഗോപി നായകനായിട്ടുള്ള ഒറ്റക്കൊമ്പനാണ്. ഇന്ദ്രജിത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ ഒരുങ്ങുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിലാണ്. കാലന്റെ തങ്കക്കുടം എന്ന് പേരിട്ടിട്ടുള്ള ഈ സിനിമയിൽ ഇന്ദ്രജിത്തിനോടൊപ്പം അൽതാഫ് സലീമും ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. നിതീഷ് KTR ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ബോബി ഡിയോൾ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹിന്ദി സിനിമയായിട്ടുള്ള ബന്ദർ എന്ന സിനിമയിലും ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നുണ്ട്. മാർക്കോയ്ക്ക് ശേഷം ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ നിർമ്മാണത്തിൽ ഒരുക്കുന്ന കാട്ടാളനാണ് ആന്റണി വർഗീസിന്റെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട റിലീസ്. വലിയ ബജറ്റിൽ വരുന്ന ആക്ഷൻ മൂവിയാണിത്. ഇതല്ലാതെ ആന്റണി വർഗീസിന്റേതായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള സിനിമ ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ഐ ആം ഗെയിം ആണ്. കുഞ്ചാക്കോ ബോബൻ നായകനായ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന സിനിമ സംവിധാനം ചെയ്ത ഋഷി ശിവകുമാർ ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമയിലും ആന്റണി വർഗീസ് ഭാഗമാണ്. കീർത്തി സുരേഷ് ആണ് ഈ സിനിമയിൽ പെപ്പയുടെ കൂടെയുള്ളത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട അമൽ ഡേവിസ്, സംഗീത് പ്രതാപിന് ഈ വർഷം 3 പ്രധാനപ്പെട്ട റിലീസുകളാണുള്ളത്. ഒന്നാമത്തെ പടം ഗരുഡന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള നിവിൻ പോളിയും ഭാഗമായിട്ടുള്ള ബേബി ഗേൾ എന്ന സിനിമയാണ്. രണ്ടാമത്തേത് സംഗീത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മെഡിക്കൽ മിറാക്കിൾ എന്ന പടമാണ്. ഷറഫുദ്ദീൻ ക്യാരക്ടർ റോളിൽ വരുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ സിനിമ. മൂന്നാമത്തെ പടം തണ്ണീർമത്തൻ ദിനങ്ങളുടെ സഹരചയിതാവും വിശുദ്ധ മെജോ എന്ന സിനിമയുടെ റൈറ്ററുമായിട്ടുള്ള ഡിനോയ് പൗലോസിന്റെ സിനിമയാണ്. മമിത ബൈജു ആണ് ഇതിലെ നായിക. മാർക്കോയുടെ 2ാം ഭാഗത്തിൽ നിന്നും പിന്മാറിയ ഉണ്ണി മുകുന്ദൻ ഈ വർഷം നിലവിൽ മലയാള സിനിമകളിലൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് ആയിട്ടുള്ള മാ വന്ദേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്
നിലവിൽ ഉണ്ണി മുകുന്ദൻ. നായികമാരിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആശ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഉർവശിയാണ്. പാർവതിയുടേതായിട്ട് ഈ വർഷം ആദ്യം പുറത്തുവരാൻ സാധ്യതയുള്ള സിനിമ പൃഥ്വിരാജ് നായകനായിട്ടുള്ള ഐ നോബഡിയാണ്. പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയുടെ സംവിധായകനായ ഷഹദ് ഒരുക്കുന്ന പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രമായി പാർവതി വരുന്നുണ്ട്. മാത്യു തോമസ്, ഉണ്ണിമായ പ്രസാദ് എന്നിവരൊക്കെയാണ് ഇതിലെ മറ്റ് താരങ്ങൾ. ഡോൺ പാലത്തറ ഒരുക്കുന്ന സിനിമയിലും പാർവതി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തനാണ് ഇതിൽ പാർവതിയോടൊപ്പം ഉള്ളത്. ഋത്തിക് റോഷൻ നിർമ്മാണം നിർവഹിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സീരീസിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പാർവതിയാണ്. ജനനായകൻ റിലീസ് മാറ്റിവെച്ചതോടെ ജനുവരി 9 റിലീസ് പ്രീപോൺ ചെയ്ത പെണ്ണുകേസ് എന്ന പടത്തിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നിഖില വിമലാണ്. ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന സിനിമയുടെ രചയിതാവായിട്ടുള്ള ഫെബിൻ സിദ്ധാർത്ഥാണ് E4 എക്സ്പെരിമെന്റ്സ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ സംവിധായകൻ. അതിനുശേഷം നിഖില അഭിനയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ധൂമകേതു എന്ന പടമാണ്. നെയ്മർ എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള സുധി മാഡിസൺ ആണ് ഈ പടം ഒരുക്കുന്നത്. സജിൻ ഗോപു, ഷൈൻ ടോം ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ഗണപതി എന്നിവരൊക്കെയാണ് ഇതിലെ മറ്റ് താരങ്ങൾ. ചിത്രീകരണം പൂർത്തിയായ തമിഴ് മലയാളം ബൈലിംഗ്വൽ ആയിട്ടുള്ള അനന്തൻകാട് എന്ന സിനിമയിലും നിഖില ഭാഗമായിട്ടുണ്ട്. ടിയാൻ എന്ന സിനിമ ഒരുക്കിയിട്ടുള്ള GN കൃഷ്ണകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിട്ടുള്ളത് മുരളി ഗോപിയാണ്. ആര്യയാണ് പ്രധാന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം പൂർണ്ണമായും തമിഴിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മമിത ബൈജു ഇത്തവണ 2 മലയാളം സിനിമകളിൽ വരുന്നുണ്ട്. ആദ്യത്തേത് നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിവിൻ പോളി സിനിമയായിട്ടുള്ള ബത്ലഹേം കുടുംബ യൂണിറ്റാണ്. രണ്ടാമത്തേത് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന സംഗീത് പ്രതാപ് നായകനായിട്ടുള്ള ഡിനോയ് പൗലോസ് സിനിമയാണ്. ഐശ്വര്യലക്ഷ്മി ആശ എന്ന ഉർവശി സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പേട്രിയറ്റിൽ ദർശന രാജേന്ദ്രൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ദർശന ഭാഗമായിട്ടുള്ള മറ്റൊരു സിനിമയാണ് ഓണം റിലീസായിട്ട് വരുന്ന മൾട്ടി സ്റ്റാർ സിനിമയായിട്ടുള്ള അതിരടി. ഈ 2 സിനിമകളിലും ദർശനയോടൊപ്പം തന്നെ സെറിൻ ഷിഹാബും ഉണ്ട്. ചെറിയ രീതിയിൽ വന്ന് വലിയ വിജയങ്ങളാകുന്ന സിനിമകൾ എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളതാണ്. ആ ഗണത്തിൽ വരാൻ സാധ്യതയുള്ള ഒരുപറ്റം സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഗപ്പി, അമ്പിളി മുതലായ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള ജോൺ പോൾ ഒരുക്കുന്ന ആശാൻ എന്ന സിനിമ ഈ വർഷം വരുന്നതാണ്. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ വരുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ഒരുക്കുന്ന ബാലൻ എന്ന സിനിമ ഈ വർഷം വരുന്നുണ്ട്. വിജയ് നായകനായിട്ടുള്ള ജനനായകൻ ഒരുക്കിയിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. 2024 2 വലിയ വിജയങ്ങളായിരുന്ന മഞ്ഞുമൽ ബോയ്സിന്റെയും ആവേശത്തിന്റെയും സംവിധായകർ ഒരുമിക്കുന്നു എന്ന പ്രത്യേകത ഈ പടത്തിനുണ്ട്. ചിദംബരം സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ കഥ രചിച്ചിട്ടുള്ളത് ജിത്തു മാധവനാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കരിക്കിന്റെ സിനിമ എന്ന സംഗതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഡോക്ടർ അനന്തു നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുള്ള കരിക്കിന്റെ സിനിമ ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സലീം അഹമ്മദ് സംവിധാനം ചെയ്യുന്ന അർജുൻ രാധാകൃഷ്ണൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഫാമിലി, പാരഡൈസ് മുതലായ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ന്യൂട്ടൺ സിനിമാസ് ആണ് ഈ പടം നിർമ്മിക്കുന്നത്. സെറിൻ ഷിഹാബാണ് ഇതിലെ നായിക. 2024 തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും OTT പ്ലാറ്റ്ഫോമുകളിൽ വന്നപ്പോൾ വലിയ ചർച്ചാ വിഷയമായ ഭരതനാട്യം എന്ന സിനിമയുടെ 2ാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടം ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ട്. സൈജു കുറുപ്പ് സഹനിർമ്മാതാവ് കൂടിയായിട്ട് വരുന്ന ഈ കൃഷ്ണദാസ് മുരളി ചിത്രം 2026 റിലീസായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ പുതിയ സിനിമയായിട്ടുള്ള ജാംബി ഈ വർഷം റിലീസിന് തയ്യാറെടുക്കുന്ന പടമാണ്. മലയാളത്തിൽ അധികമാരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സോംബി പരിപാടിയാണ് ഈ ഹൊറർ സിനിമയിൽ വരുന്നത്. ജോർജ് കോരയാണ് പടം സംവിധാനം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ക്രിയേറ്റർമാരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് രചനയും നിർമ്മാണവും നിർവഹിച്ച വാഴ 2024 വലിയ വിജയങ്ങളിലൊന്നായിരുന്നു. 115ഓളം ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം വാഴ 2ന്റെ ഷൂട്ടിംഗ് അവസാനിച്ചതായിട്ട് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. 2026 സമ്മർ റിലീസായിട്ട് ഗംഭീര ഇനീഷ്യൽ കളക്ഷൻ നേടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഹാഷറും ഗ്യാങ്ങും വരുന്ന വാഴ 2. ഗഗനചാരിയുടെ വിജയത്തിന് ശേഷം അനൗൺസ് ചെയ്യപ്പെട്ട സമാനമായ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു അരുൺ ചന്തു സിനിമയാണ് വല. ഏറെ നാളുകൾക്ക് ശേഷം ജഗദീഷ് ശ്രീകുമാർ ഭാഗമാകുന്ന ഒരു സിനിമ എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ഏറെക്കുറെ ഗഗനചാരിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അവരോടൊപ്പം വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് മുതലായ പുതിയ പേരുകളും ഈ സിനിമയിൽ ഭാഗമാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അരുൺ ചന്തുവിനെ പോലെ തന്നെ വളരെ വ്യത്യസ്തമായ സിനിമകൾ ചിന്തിക്കുന്ന ഒരു സംവിധായകനാണ് കൃഷാന്ത്. പുള്ളിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മസ്തിഷ്ക മരണം ഈ വർഷം റിലീസിന് ഒരുങ്ങുന്നുണ്ട്. കൃഷാന്തിന്റെ സ്ഥിരം കാസ്റ്റിനൊപ്പം രജിഷ വിജയൻ, ദിവ്യപ്രഭ മുതലായവരും ഇത്തവണ കൂടെയുണ്ട്. വളരെ വിപുലമായ ഓഡിഷൻ പരിപാടിയിലൂടെ ഒരുപാട് പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ടിനു പാപ്പച്ചൻ തയ്യാറാക്കുന്ന ഒരു സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സജിൻ ഗോപു, വിഷ്ണു അഗസ്ത്യ മുതലായവർ ഈ സിനിമയുടെ ഭാഗമാണ്. അങ്ങനെ പ്രമുഖ താരങ്ങളുടെ പല സ്കെയിലിലുള്ള സിനിമകളും പ്രതീക്ഷ നൽകുന്ന മൾട്ടി സ്റ്റാർ സിനിമകളും മികച്ച ഫിലിം മേക്കേഴ്സ് ഒരുക്കുന്ന ചെറിയ സിനിമകളും ഒക്കെ 2026 ലിസ്റ്റിലുണ്ട്. ഫുട്ഫോളുകൾ വർദ്ധിക്കുന്ന മറ്റൊരു വർഷമാകും 2026 എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷയുള്ള സിനിമകൾ കമന്റിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.